പ്രൊഡ്യൂസറാണ്. ഈ കോഴിക്കോട് വന്നിങ്ങനെ പരിപാടി നടത്താൻ അവസരം തന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ശുക്രൻ സിനിമ എല്ലാ കുടുംബങ്ങൾക്കും പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ സിനിമ വിജയിപ്പിക്കണം. ഞങ്ങളുടെ വീണ്ടും വീണ്ടും സിനിമ എടുക്കാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാകണമെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അവിടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമ്മളെല്ലാവരും ഇവിടെ കാത്തിരുന്ന് നമ്മുടെ എല്ലാവരുടെയും സ്റ്റാഫിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ അത് വളരെ ഒരു മിസ്സായി പോകും. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ആദ്യ പ്രസാദ് എന്താണ് മൂവിനെ പറ്റി പറയാനുള്ളത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ആക്ച്വലി എൻ്റെ ബോൾ ഓഫ് ഇമോഷൻസ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സോ ഞങ്ങളുടെ മൂവി ഫെബ്രുവരി 6 റിലീസാവുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു ഫാമിലി ത്രില്ലറാണ്. സോ എല്ലാവരും ഡിസപ്പോയിൻ്റ് ചെയ്യില്ല, എല്ലാവരും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. And the next beautiful person, Arya Menon. നമുക്ക് ആര്യ മേനോന്റെ ഭാഗത്തു നിന്നും കൂടി കേൾക്കാം. എന്താണ് സ്റ്റോറീസ് ആൻഡ് എന്താണ് എക്സ്പെക്ടേഷൻ? ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരി 6 എന്തായാലും ഞങ്ങളുടെ മൂവി പോയി കാണണം. ആൻഡ് എബൌട്ട് എൻ്റെ ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യയുടെ അനിയത്തിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മൂവി പോയി കാണും എല്ലാവരും. താങ്ക് യു. And we are all waiting to hear from Bibin George. Sir, എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഇല്ല, ഇതൊന്നും പോരാ. കോഴിക്കോടൊക്കെ സ്നേഹം ഇങ്ങനെ ഉള്ളല്ലോ. മലബാറിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോടേക്ക് വണ്ടി കയറുമ്പോൾ 2 കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. 1, നല്ല ഭക്ഷണം കഴിക്കാം. 2, നല്ല മനുഷ്യരെ കാണാം. സത്യല്ലേ? ആണ് അല്ലേ? എപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി 12 മണി ഒരു റൂട്ടാണ് അത് കഴിഞ്ഞ് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്. കാരണം എറണാകുളത്ത് ഈ ശുക്രൻ സിനിമയുടെ പ്രൊമോഷൻ നന്നായിട്ട് നടന്നു. ഇനി കോഴിക്കോട് കാരണം ഏറ്റവും വലിയ സിനിമാ പ്രേമികളും ഏറ്റവും നല്ല മനുഷ്യ സ്നേഹികളും കോഴിക്കോടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സാധാരണ നമ്മുടെ പ്രൊമോഷനൊക്കെ ഹൈലൈറ്റ് മാളിലാണ്. ഇങ്ങനൊരു മാളിൽ ആളുകൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടാകും. പക്ഷേ സാർ സത്യത്തിൽ സാർ കേൾക്കുന്നുണ്ടോ? ഹലോ 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 സാധാരണ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ട് സാർ. അത് തന്നെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. വലിയ സന്തോഷം. താങ്ക് യു വെരി മച്ച്. എനിവേ, ശുക്രൻ സിനിമ ഈ വരുന്ന 6 റിലീസാവുകയാണ്. കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ഈ പറയുന്ന എന്താ പറയുന്നത്, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ള നാടാണിത്. ഓരോരുത്തരായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന നമ്മുടെ മലബാർ ഏരിയ പറയാം, കോഴിക്കോട് എന്ന് തന്നെ പറയുന്നില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് താജുദ്ദീൻ വടകരയെ ഓർത്തുകൊണ്ട് ആദ്യത്തെ 2 പേര്. നെഞ്ചിനുള്ളിൽ നീയാടും കണ്ണൻ മുന്നിൽ കണ്ണടച്ച നീയാണ് ഫാത്തിമ ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ച നീയാണ് ഫാത്തിമ ഫാത്തിമ. ഇനി ഏത് ജെൻസി കിട്ടു വന്നാലും 2K കിട്ടു വന്നാലും നമ്മുടെ ഷാഫി കൊല്ലത്തിന്റെ പാട്ട് അല്ലേ? എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുക. അത് നമ്മൾ മാറിപ്പോയോ? ഈ പാട്ട് പുള്ളിയുടെ ആണോ? അല്ലല്ലോ, ഇത് സലിക്കൂടത്തിന്റെ പാട്ട് അല്ലേ? ഇത് സലിക്കൂടത്തിന്റെ പാട്ട്. അപ്പൊ ആദ്യം സലിക്കൂടത്തരൂ അല്ലേ? ഞാൻ കെട്ടിയ പെണ്ണിൽ നിത്തിരി ചന്തം കുറവാനേ എന്നാലും അവളെന്റെ സുന്ദരിയാണേ. സലിക്കൂടത്തിற்கு വേണ്ടി അല്ലേ? ഇനി ഷാഫി കൊല്ലത്തിന്റെ പാട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഏത് പാട്ട് പറഞ്ഞു? ഷാഫി കൊല്ലത്തിന്റെ
ഏതാണ് ദിൽഹെ ഫാത്തിമ, അത് സെയിം ആയി പോവും. ഒന്നുകൂടി വേറെ ഒരു പാട്ടുണ്ടല്ലോ, തട്ടമിട്ടു മുന്നിൽ വന്ന പെണ്ണേ നീ മുത്തുമാല ചാത്തു വെച്ചതാർക്കു വേണ്ടി, സ്വർഗം തീർത്ത മണ്ണിൽ നീ മുത്തുമാല ചാത്തി വെച്ചതാർക്കു വേണ്ടി, എന്റെ രചന എന്റെ രചന. ഇനി ആരാളുള്ളത്? പാടാൻ 3 പേര് പാടിയോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടി ഉണ്ട്. ജലാൽ മാഗ്നസിനെ പാടിയില്ല അല്ലേ? കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു കല്ലാണ്. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു കല്ലാണ്. കോഴിക്കോട് വന്നിട്ട് ഈ പാട്ടൊന്നും പാടിയില്ലെങ്കിൽ ശരിയാവില്ല അല്ലേ? ഇനി ആരാ പറഞ്ഞത്? ഇനി ഒരാളും കൂടി ഉണ്ട്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ മലയാളി സിനിമകളുടെ അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആളുണ്ട്. പൊന്തിവരും സങ്കൽപ്പത്തിൻ പൊന്നശോക മലർവനി ചന്ദ്രവേരും ചന്ദ്രികകൾ ചന്ദ്രമണി മന്ദിരത്തിൽ. ഏതാ പാട്ട്? പ്രാണസഹിരാണ്ടിരുമൊരു പാരന പാട്ടുകാരൻ ഗാനലോകവീതികളിൽ വേണൂതും നാട്ടിടയൻ. ബാബു മാഷിനെ ഓർക്കട്ടെ, എന്ത് കോഴിക്കോട് അല്ലേ? അതാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഫെബ്രുവരി 6-ാം തീയതി വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ട്രെയിലറിലൂടെ കാണാം. കോഴിക്കോട് എല്ലാവരെയും സ്നേഹം, എല്ലാവരെയും നന്മ മുഴുവൻ ശുക്രന് നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് നന്ദി.